ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് നമ്മളൊരു അമ്പലത്തിൽ പോവാണ്. ഞങ്ങൾ 3 ആളാണ് പോണത്. ചേട്ടാ എങ്ങടെ പോണത്? നമ്മള് ജാലഹള്ളി അയ്യപ്പൻ ടെമ്പിൾ. അപ്പം ഞങ്ങൾ ഒരു ഓട്ടോ എടുത്ത് നേരെ മറ്റേ ഇൻഫോസിസ് ഫൗണ്ടേഷൻ പുതിയൊരു മെട്രോ സ്റ്റേഷൻ ഇലക്ട്രോണിക് സിറ്റിയിൽ ഓപ്പൺ ആയിട്ടില്ലേ, അവിടേക്കാണ് പോയത്. 5 വർഷത്തെ ഗ്യാപ്പിന് ശേഷം ഞാൻ മെട്രോയിൽ കയറാൻ പോവാണ്. വരുന്നുണ്ടാവുമല്ലോ അല്ലേ? അതെ, അപ്പം ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് മെട്രോയിൽ കയറാൻ പോകുന്നത്. സോ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഒക്കെ എനിക്കുണ്ടായിരുന്നു. മെട്രോ അവിടെ എത്തിയപ്പോൾ തന്നെ ഒരു ട്രെയിൻ പോയിട്ടോ. പിന്നെ ഈ മെട്രോ സ്റ്റേഷനിൽ ഫ്രീക്വൻസി കുറവാണ്. വിജൃംഭിച്ച് കിടക്കുന്ന മെട്രോ സ്റ്റേഷൻ, തിരക്കേ ഉണ്ടായി. ഞങ്ങൾ വന്നപ്പോഴേക്കും ഒരു ട്രെയിൻ പോയി. ഇനി 19 മിനിറ്റ് കഴിഞ്ഞിട്ട് അടുത്ത ട്രെയിനുള്ളൂ. അതുവരെ പോസ്റ്റ്. അതെ, ഇവിടെ ഇങ്ങനെ ഇരിക്കുക. പോസ്റ്റ്. അപ്പോൾ അങ്ങനെ ഒരു 19 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരു ട്രെയിൻ വന്നു. അധികം തിരക്കുണ്ടായിരുന്നില്ല. രാവിലെ ഞങ്ങളൊരു 7 മണിയൊക്കെ ആയപ്പോൾ തന്നെ മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടോ. സോ എനിക്ക് ഈ മെട്രോയിൽ കയറി ട്രാവൽ ചെയ്യാൻ ഭയങ്കര എന്താ പറയുക, ഞാൻ ആദ്യമായിട്ട് കയറുന്ന പോലൊരു ഫീലിംഗ് ആയിരുന്നു. അപ്പം ഞങ്ങൾ ജാലഹള്ളിയിലുള്ള അയ്യപ്പൻ ടെമ്പിളിലേക്കാണ് പോണത്. സോ രാഷ്ട്രീയ വിദ്യാലയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റോപ്പിൽ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് മാറിക്കയറി. പോകുന്ന വഴിക്ക് നമ്മൾ ഇഷ്കോൺ ടെമ്പിളൊക്കെ കണ്ടു കേട്ടോ. ഞാൻ ഇഷ്കോൺ ടെമ്പിളിൽ 1-2 പ്രാവശ്യം പോയിട്ടുണ്ട്. പക്ഷേ ഇതിൽ കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെൻ്റ് അല്ലേ. ഈ ജാലഹള്ളിയിലുള്ള അയ്യപ്പൻ ടെമ്പിളിനെ കുറിച്ച് ഞാൻ അറിഞ്ഞത് എൻ്റെ ചേട്ടൻ രഞ്ജിത്ത് അവൻ എങ്ങനെയോ തപ്പിപ്പിടിച്ച് അവിടെ എത്തി. അവിടെ ചെന്നപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, ഞങ്ങൾ കോയമ്പത്തൂർ ഉണ്ടാവുന്ന സമയത്ത് ഞങ്ങൾ അവിടെ ഒരു അയ്യപ്പൻ കോവിലിൽ പോവുമായിരുന്നു, സിത്താപുതൂർ അയ്യപ്പൻ കോവിൽ. സോ അത് എപ്പോഴും അവിടെ ആ അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നാട്ടിലുള്ള ഒരു അമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ എൻ്റെ ചേട്ടൻ അവിടെ ചെന്ന് തൊഴുതപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, എടി നമ്മൾ കോയമ്പത്തൂർ പോകാറുള്ള അതേ അമ്പലം പോലെയാണ്, ഇപ്പം നീ ഒന്ന് പോയി നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ജാലഹള്ളി ഇറങ്ങി അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ചു. ഓട്ടോ പിടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, നടക്കേണ്ട ദൂരം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആദ്യം ഞങ്ങളൊരു ഓട്ടോ പിടിച്ച് അവിടെ എത്തി. അമ്പലം ഇതാണ് ജാലഹള്ളി അയ്യപ്പൻ ടെമ്പിൾ. ശരിക്കും നമ്മുടെ നാട്ടിലത്തെ ഒരു അമ്പലത്തിൽ കയറി തൊഴുതൊരു ഫീലിംഗ് ആണ് കേട്ടോ. ഇവിടെ ചെന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ തൊഴുതിറങ്ങി. പിന്നെ അവിടെ നമ്മൾ നടന്നിട്ടാട്ടോ പോയത്. പോകുന്ന വഴിക്ക് നമ്മൾ ഒരു മലയാളി കടയിൽ കയറി ഫുഡ് കഴിച്ചു. അതിനേക്കാട്ടിലും ഒരു ഹാപ്പിനെസ് ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലൊരു കടയിൽ കയറി നമ്മൾ റോസ്റ്റും ചായയൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, സെയിം ടേസ്റ്റ്, സെയിം എക്സാക്ട്ലി. ആ ചട്നിയും സാമ്പാറും എല്ലാം അതുപോലെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ റോസ്റ്റ് കഴിച്ചു. രേഷേട്ടൻ ഒബ്വിയസ്ലി മസാല ദോശ കഴിച്ചു. ആൻഡ് എനിക്കെന്തോ നമ്മൾ നാട്ടിലുള്ള ഒരു അമ്പലത്തിൽ ചെന്ന് അതിൻ്റെ അടുത്തുള്ള ഒരു കടയിൽ പോയി ഫുഡ് കഴിക്കുന്ന അതേ ഫീലിംഗ് ആയിരുന്നു. നാട്ടിലത്തെ ചായ പോലെ ഉണ്ടോ? അങ്ങനെ നല്ല റോസ്റ്റും ചായയൊക്കെ കുടിച്ചപ്പോൾ മനസ്സും ഹാപ്പി, വയറും ഹാപ്പി, എല്ലാം കൊണ്ടും ഹാപ്പി. എന്നിട്ട് നമ്മളവിടെ പിന്നെ ഞങ്ങൾ നടന്നിട്ടാണ് മെട്രോ സ്റ്റേഷനിലേക്ക് വന്നത്. എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് ആദ്യം വരുമ്പോൾ ഞങ്ങൾ വാട്സപ്പിൽ ടിക്കറ്റ് എടുത്തു. പക്ഷെ പോകുമ്പോൾ എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു ദാറ്റ് ആ കോയിൻ എടുക്കണം എന്നുള്ളത്. എപ്പോഴൊക്കെ നമ്മുടെ മൈൻഡിനും മനസ്സിനും ഒരു ലോൺലിനെസ് ഫീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒന്ന് ലോ ആയിട്ട് ഫീൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രാവൽ ചെയ്യാം. നമ്മളിങ്ങനെ ഭയങ്കര എക്സ്പെൻസീവായിട്ട് ട്രാവൽ ചെയ്യണമെന്നൊന്നുമില്ല. ഒരു ദിവസം രാവിലെ ഒരു ബസ് ടിക്കറ്റ് എടുത്ത് എവിടെയെങ്കിലും ഒന്ന് പോയി വരാൻ പറ്റുന്നു എന്നുണ്ടെങ്കിൽ, ഇഫ് ദാറ്റ് ക്യാൻ ഗിവ് യു ഹാപ്പിനെസ്, യു ക്യാൻ ഡു ഇറ്റ്. അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ ഈ കുഞ്ഞ് വീഡിയോ. എനിക്കറിയാം ദിസ് വീഡിയോ ഇസ് നോട്ട് ദാറ്റ് എക്സൈറ്റിംഗ് ആൻഡ് ഓൾ, പക്ഷേ ഐ ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. അമ്പലം ദർശനമൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തിയിരിക്കുന്നു ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.